Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനലോഗ് സർക്യൂട്ട്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള അനലോഗ് സർക്യൂട്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലുള്ള ഫസ്റ്റ് MCQ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ ലെക്ചർ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ലെക്ചർ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള MCQ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീക്കിലി 5, 6, 7 അങ്ങനെ ആ ഒരു രീതിയിലുള്ള MCQ നമ്മൾ എല്ലാ വീക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കൂ. In an FET, as VGS is changed from 0 to increasing reverse bias, the value of GM അല്ലെ GM-ന്റെ വാല്യൂ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? FET ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൽ VGS എന്ന് പറയുന്നത് 0-ൽ നിന്ന് ചേഞ്ച് ആയിക്കൊണ്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിവേഴ്സ് ബയാസിൽ. അങ്ങനെയാണെങ്കിൽ GM ട്രാൻസ് കണ്ടക്ടൻസ് GM-ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആകോ, ഡിക്രീസ് ആകോ, റിമൈൻസ് കോൺസ്റ്റന്റ് ആകോ, അതോ ഫോൾസ് സഡൻലി ടു 0 ആണോ? എങ്ങനെയാണ് വരിക? ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ആണ്. ഓക്കെ, അതായത് 0-ൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ VGS 0-ൽ ടു ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ GM-ന്റെ വാല്യൂ വിൽ ഗെറ്റ് ഡിക്രീസ്ഡ്. ഓക്കെ, GM-ന്റെ വാല്യൂ റെഡ്യൂസ് ആകും അല്ലെങ്കിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, in the circuit given in the figure, if both transistor Q1 and Q2 are identical, രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. Q1, Q2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. രണ്ടും ഐഡന്റിക്കൽ ആണ്. Then the output voltage T is equal to 300K. ടെമ്പറേച്ചർ 300K ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. log 10 V2/V1 into R1/R2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ, V0 is equal to എന്താ വരിക? 333/20 into V01 minus V02 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ V01ന്റെ ഇക്വേഷൻ എന്താ വരിക? മൈനസ് VBE1 മൈനസ് VTLN IC1/IS ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്. അതേപോലെ നമുക്ക് V02 എന്താ വരിക? മൈനസ് VBE2 മൈനസ് VTLN IC2/IS. ഇവിടെ IC1 വരും, ഇവിടെ IC2 വരും. ഓക്കെ, അപ്പോൾ V0 മൈനസ് V02 ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് വേണ്ടത് അല്ലെ. സോ അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് VT, കാരണം VBE1 ഉം VBE2 ക്യാൻസൽ നമുക്ക് വരും. അപ്പോൾ മൈനസ് VTLN IC1/IC2 is equal to VT into LN IC2/IC1 വരും. മൈനസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, IC1 is equal to എന്താ വരുന്നത്? V1/R1. IC2 എന്ന് പറഞ്ഞാൽ എന്താണ്? V2/R2 ആണ്. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. VT into LN into V2/R2 into R1/R2. അപ്പൊ ഈക്വൽ ടു എന്താ? VT is equal to 0.0259 വോൾട്ട് ആണ് നമുക്ക്. ഓക്കെ, VT ത്രെഷോൾഡ് വോൾട്ടേജ് ആണല്ലോ. അപ്പൊ ഇതിന് എനിക്കൊരു അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? V2/V1 എഴുതാം, R1/R2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ V0 is equal to എന്താണ്? നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. V0 is equal to 333/20 into V01 minus V02 ആണ്. അപ്പൊ 330/320 into VT എന്ന് പറയുന്നത് എന്താണ്? 0.0259. ഈ ഒരു വോൾട്ടേജ് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. LN V2/V1 into R1/R2. അപ്പൊ ഇത് എനിക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് വരുന്നത് എന്താണ്? 0.4329 LN എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ലോഗ് ആന്റി ലോഗിന് ഞാൻ നാച്ചുറൽ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 2.326 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 1 ആണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ് വരുന്നത്. ഓക്കെ, സോ log 10 V2/V1 into R1/R2. ഇതാണ് നമുക്ക് ഓപ്ഷൻ ബി യിൽ തന്നിരിക്കുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. For clamping the network shown below, resulting output voltage for the applied input voltage. അല്ലെ, അപ്പൊ ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്ലാമ്പിംഗ് സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും വരുന്നത്? ഓക്കെ, കാരണം ഡയോഡ് നമുക്ക് എന്തായിരുന്നു? അപ്പൊ നമുക്കൊരു നെഗറ്റീവിലേക്കാണ് വരുന്നത് അല്ലെ. ഈ ഒരു ക്ലാമ്പിംഗ്, ഈ ഒരു ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. അതായത് നെഗറ്റീവിലേക്കാണ് ഞാൻ ക്ലാമ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലെ. നോക്കൂ, നെഗറ്റീവ് സൈഡിലേക്കാണ് ഞാൻ ആ വോൾട്ടേജിനെ ഫുൾ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതല്ലേ ഈ ഒരു അറേഞ്ച്മെന്റ് ക്ലാമ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ട്രാൻസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട് ഷോൺ ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ. തന്നിരിക്കുന്ന സർക്യൂട്ട് എന്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? കട്ട് ഓഫ് റീജിയനിലാണോ, ആക്റ്റീവ് റീജിയനിലാണോ, സാച്ചുറേഷനിലാണോ, എയ്തർ ആക്റ്റീവ് ഓർ സാച്ചുറേഷനിലാണോ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ ദി സാച്ചുറേഷൻ റീജിയനിലാണ്. 5 വോൾട്ടേജ് ഇവിടെ 100 കിലോ ഓം ആണ്. 5 കിലോ ഓം പ്ലസ് 5 വോൾട്ടേജ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് സാച്ചുറേഷൻ റീജിയൻ എന്നുള്ളത് മനസ്സിലായത്? നോക്കൂ,
IB is equal to 5 minus VBE by 100K ആണ് അല്ലേ? അപ്പോൾ 5 minus VBE എന്താണ് 4.2 ആണ് വരുന്നത്, കാരണം 0.8 ആണ് വന്നിരിക്കുന്നത്. സോ ഡിവൈഡ് ബൈ 100K is equal to 4.2 മില്ലി ആംപിയർ ആണ്. അപ്പോൾ IC is equal to 4.8 by 5 that മില്ലി ആംപിയർ ആണ്. 4.8 by 5 നമുക്ക് 4.8 ആണ് IB കിട്ടിയത്. IC is equal to ഡിവൈഡ് ബൈ 5 കൊടുക്കും. IB മിനിമം എന്നുള്ളത് IC by HFE ലെസ് ദാൻ ഓർ ഈക്വൽ ടു IB ആണ് നമുക്ക് അല്ലെ? IB-നേക്കാൾ ലെസ് ദാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ the transistor will operate in the saturation region-ലാണ്. ഓക്കെ, ഓപ്ഷൻ സി സാച്ചുറേഷൻ റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തെർമൽ റൺഅവേ ഈസ് നോട്ട് പോസിബിൾ ഇൻ FET. FET-യിൽ തെർമൽ റൺഅവേ നോട്ട് പോസിബിൾ ആണ്. കാരണം എന്താണ്? the temperature of FET increases. എങ്ങനെയാണ്? മൊബിലിറ്റി ഡിക്രീസ് ആകും. മൊബിലിറ്റി ഡിക്രീസ് ആകുന്നത് കൊണ്ട് നമുക്ക് FET-യിലുള്ള തെർമൽ റൺഅവേ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ്, FET-യുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ മൊബിലിറ്റി ഡിക്രീസ് ആകും. അതുകൊണ്ട് നമുക്ക് തെർമൽ റൺഅവേ എന്ന് പറയുന്നത് അവിടെ FET-യിൽ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അനലോഗ് സർക്യൂട്ട്സിലുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ബേസിസ് ആണ്, അല്ലാതെ ടോപ്പിക് വൈസ് ആയിട്ടല്ല നമ്മൾ MCQ ഡിസ്കസ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സോറി, ഓപ്ഷൻ എ ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അല്ലേ? സോറി, ഓപ്ഷൻ എ മൊബിലിറ്റി ഡിക്രീസസ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. താങ്ക് യു.